ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു മെറ്റീരിയൽസും അതുപോലെ തന്നെ ബീഡ്സ് ലേസും 10 ഗ്രാം 4 mm ബീഡ്സും മാത്രമാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഹെവി ലുക്കിൽ നമുക്കൊരു പാർട്ടി വെയർ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക് ഒരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല, അറിയുന്നവരൊന്ന് മെൻഷൻ ചെയ്യണേ. ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. യോക്ക് പാർട്ടിൽ പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് സ്കേർട്ട് അംബ്രല്ല കട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഷോളിലും ഒരു സൈഡിൽ മാത്രം ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബീഡ്സ് വർക്കാണ്. അപ്പോൾ ബീഡ്സിൻ്റെ ലേസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പോർഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. സ്ലീവിൽ ഒരു 4 സെൻറ്റിമീറ്റർ അകലത്തിൽ 2 ലൈസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വർക്കാണ്, അത് വീഡിയോയിൽ കാണിക്കാം. നെക്കിൽ ഇതുപോലെ ഈ ലേസ് ഒരുമിച്ച് ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. നല്ല ഹെവി ലുക്ക് തോന്നിക്കുകയും ചെയ്യും, പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ബീഡ്സ് വർക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതിൻ്റെ ലൈനിങ് എന്താ ബ്ലാക്ക് എന്ന്. ലൈനിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം 2 തവണ കടയിൽ പോയിട്ടും ലൈനിങ് ഉണ്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് നോക്കാൻ വന്ന് സ്റ്റിച്ച് ചെയ്യാൻ നേരത്താണ് നോക്കിയത് ലൈനിങ്. അപ്പോൾ ഉള്ള തുണി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ എങ്ങനെ പ്രിൻസസ് കട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 7.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2.25 മീറ്റർ ഈ ഒരു ഷോളിനും വന്നിട്ടുണ്ട്. ബാക്കി 5 മീറ്റർ നമുക്ക് ഈ ഒരു ഡ്രസ്സിനും വന്നിട്ടുണ്ട്. ഷോൾ ഇതാ ഒരു സൈഡിൽ മാത്രമേ ഈ ഒരു ലേസ് വെച്ചിട്ടുള്ളൂ. ലേസിന് മീറ്ററിന് വരുന്നത് 130 രൂപയാണ്. ഞാനൊരു 8 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. സ്കേർട്ടിൽ ഇതാ ഈ എൻഡിൽ നമ്മൾ ഇതുപോലെ ഒരു ഓവർലോക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഫുഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഫുഡിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അത് നമ്മൾ ഷോളിൻ്റെ എൻഡിലൊക്കെ കാണൂല്ലേ സ്റ്റിച്ച് ചെയ്ത് ചെറുതായി മടക്കി വരുന്ന ആ ഒരു ഫുഡ് നമ്മൾ അങ്ങനെ ചോദിച്ചാൽ തന്നെ കിട്ടും. ഷോളൊക്കെ മടക്കി അടിക്കുന്ന ഫുഡ് എന്ന് ചോദിച്ചാൽ തന്നെ കടയിൽ നിന്നൊക്കെ കിട്ടും. കറക്റ്റ് പേരറിയാത്തത് കൊണ്ടാണ് കേട്ടോ, അറിയുന്നവർ അതും കൂടി പറയണേ. ഇപ്പോൾ സ്ലീവിൽ വെച്ചിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ വർക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ താഴത്തുനിന്ന് കുത്തി കൊടുത്തതിന് ശേഷം 4 mm ബീഡ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിലല്ല, നമ്മൾ 4 mm ബീഡ്സിൻ്റെ ഉള്ളിലൂടെയാണ് സൂചി കയറ്റി കൊടുക്കേണ്ടത്. ഷുഗർ ബീഡ്സ് പൊള്ളിക്കാതെ ബീഡ്സ് ഇട്ട് കൊടുക്കുക. സിമ്പിളാണ്, ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വലിയ ബീഡ്സിനുള്ളിലൂടെ സൂചി കയറ്റിയെടുത്തു. അടുത്തതായിട്ട് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഇനി സൂചി നമ്മൾ വീണ്ടും വലിയ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക. ഷുഗർ ബീഡ്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ അത് ലൂസായിട്ട് വരും. അപ്പോൾ അതാ ഈ ഒരു ലേസിന് മാച്ചായിട്ട് തന്നെയാണ് ഈ ഒരു ബീഡ്സ് നമ്മൾ എടുത്തിട്ടുള്ളത്. 4 mm നമ്മൾ ഷോളിൽ ഈ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ലേസും ഈ ഒരു കുറച്ച് ബീഡ്സ്, ഒരു 10 ഗ്രാം ബീഡ്സ് ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു മെറ്റീരിയലിന് വരുന്നിട്ട് മീറ്ററിന് 90 രൂപയായിരുന്നു. അപ്പം മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സിന് വന്നിട്ടുള്ള ചിലവ് എന്ന് പറഞ്ഞത് ഒരു 800 രൂപയൊക്കെ ആയിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി പാർട്ടി വെയർ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.